ഇഴന്നു വാങ്ങിയ മരണമായിരുന്നു എങ്കിൽ ഇവർ ആ പാർട്ടിയിൽപ്പെട്ടവന്മാർ തന്നെ ഇങ്ങനെ പറയുമോ, ധീരജിനെ കുത്തിയ കത്തി കണ്ടെന്നും രണ്ടു കൂട്ടരും പറയുകയുണ്ടായി. ഇവരുടെ കയ്യിൽ ആ കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവരുടെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ ചെല്ലാം. ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളുണ്ട്. ആ ജീവനുകൾ കൂടി അവന്മാരുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലുവാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറാകണമെന്നും കൂടി പറയുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ജനാധിപത്യ അതിജീവന യാത്രയിൽ ധീരജ് രാജേന്ദ്രനെ കുത്തിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് രാഗി മിനുക്കിയെടുത്താൽ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള ഭീഷണി മുദ്രാവാക്യം, കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. നമ്മളോടൊപ്പം ധീരജ് രാജേന്ദ്രന്റെ പിതാവ് രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം 45 വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഈ കാലം അത്രയും കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീര